ഈ മോഹൻലാൽ മമ്മൂട്ടി ആ ഒരു അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. അവര് പരിചയമുണ്ടോ, ബന്ധമുണ്ടോ? ഇല്ല അതിൽ എന്നെ വിളിച്ചിരുന്നു. ഏതാ കിങ് ആൻഡ് കമ്മീഷൻ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെയുള്ള. പക്ഷെ അന്ന് ഞാൻ സിംഗപ്പൂർ ഒരു പരിപാടി ഏറ്റിരുന്നതുകൊണ്ടാണ് അന്ന് അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആ പടം അത് വലിയ നഷ്ടമാണ്. അത് നഷ്ടമാണ്. അത് ഒരു ബന്ധം പോലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, ഇപ്പോൾ മീറ്റിങ്ങിനോ അവിടെയൊക്കെ പോകുമ്പോൾ കാണും. നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണ് അവരെല്ലാവരും. പിന്നെ തീർച്ചയായിട്ടും പുള്ളി വേറൊരു ലെവലാണ്. പുള്ളി നമ്മൾ വിചാരിക്കുന്ന ആളല്ല. നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആവുന്ന ഒരാളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കൈരളി ടി വിയുടെ പ്രോഗ്രാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പണ്ട് കൈരളി ടി വിയിൽ കാര്യനിസ്സാരം എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് താരോത്സവം എന്ന് പറഞ്ഞിട്ട് താരങ്ങൾ വെച്ചിട്ടുള്ള സംഭവം. അങ്ങനെ ഈ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ കാണുന്നുണ്ട് എന്ന് വെറുതെ പുള്ളി പറയും. അത് കാണുന്നുണ്ട് കേട്ടാ എന്ന് പറയാം. ഭയങ്കര ഒരു ഇതല്ലേ പിന്നെ അത് പുള്ളി അക്കമിട്ട് പറയുന്നേ. പുള്ളിയൊക്കെ നമ്മുടെ മുഖം കാണുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ. പുള്ളി അങ്ങനെ തന്നെയാണ്. പുള്ളി എല്ലാം അപ്ഡേറ്റ് ആണ്. സകലതും വാച്ച് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇല്ല, ലാലേട്ടനുമായിട്ട് അങ്ങനെ നമസ്കാരം പറയുന്നു എന്നുള്ളതല്ലാതെ അത്രയ്ക്കുള്ള ഡീപ്പായിട്ടുള്ള ഒരു സാധനം ഇല്ല. എന്തായാലും എല്ലാവർക്കും കിഷോർജി അല്ലെങ്കിൽ കിഷോറിന് എല്ലാവർക്കും അറിയാം. അതൊരു വലിയ മെച്ചം തന്നെയാണ്. എവിടെയൊക്കെയോ ഉണ്ട്, എവിടെയൊക്കെയോ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം. ഈ അറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഈ ഹോട്ടൽ വ്യവസായത്തിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് തിരക്കുള്ള ആളാണ് എന്ന് പറഞ്ഞ സിനിമാക്കാരന് പക്ഷേ വിളിക്കാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ചിലപ്പോൾ സൗഹൃദത്തിൽ പറയും. ചേട്ടാ നിങ്ങളെ വിളിച്ചാൽ കിട്ടൂല, നിങ്ങൾ ഭയങ്കര തിരക്കല്ലേ. ഞാൻ പറയടേ അതല്ല, ഞാൻ തിരക്കൊന്നുമില്ല, ഞാൻ അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ഇനി ആരെങ്കിലും അത് കേട്ടില്ലെങ്കിൽ പറയുക, ഞാൻ വളരെ ഫ്രീ ആണ്, ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് ഏത് സമയത്ത് വിളിക്കാൻ ഞാൻ ഓടി വരും. ആദ്യത്തെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഇവരുടെയൊക്കെ ആഹാര രീതിയൊക്കെ ശ്രദ്ധിക്കുമോ? താരങ്ങളുടെയൊക്കെ ഇവരെന്താ കഴിക്കുന്നത്? അതൊക്കെ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ഇപ്പോൾ നടന്നല്ലേ. ഇത് നമ്മളിപ്പോൾ വെളിയിൽ നിന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും എല്ലാവരും നല്ല സാധനമാണെങ്കിൽ നന്നായിട്ട് കഴിയും. അല്ലാതെ ഇപ്പോൾ ഇത്ര അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല സാധനമാണെങ്കിൽ ഒരു പീസ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഏതിൻ്റെ ഏതോ ഒരു ഷൂട്ടിൻ്റെ സമയത്താണ് നമ്മുടെ മുല്ലപ്പന്തൽ ഷാപ്പിൽ നിന്ന് ജയസൂര്യ താറാവ് കുഞ്ച് ഇതെല്ലാം കൂടെ വരിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതുപോലെ ഭക്ഷണം അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന രക്ഷയാണ് ഉർവശി ചേച്ചി ഒരു രക്ഷയില്ല. തിരുവനന്തപുരത്ത് വരാൻ നേരത്ത് വിളിച്ചിരിക്കും. ഇപ്പം ഞങ്ങളൊരു സാധനം ചെയ്ത് ജഗദമ്മ 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൊട്ടാരക്കര ചേച്ചിയുടെ ഹസ്ബൻഡ് ആണത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശിവൻ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. നല്ലേട്ടനായിരുന്നു ക്യാമറ. അപ്പോൾ കൊട്ടാരക്കര വെച്ചായിരുന്നു ഒരുവിധപ്പെട്ട ഷൂട്ട് കംപ്ലീറ്റ്, കൊട്ടാരക്കര ആ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് രാജൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഹരിത ഏക്കോ ഷാപ്പാണത്, ഊന്നിൻമൂട് ഹരിത എന്ന് പറയും. ഊന്നിൻമൂട്. അപ്പോൾ ഒരു ദിവസം ചേച്ചി ഇങ്ങനെ ചോദിച്ചു, തലക്കറി തിന്നാൻ ഭയങ്കര. ഞാൻ പറഞ്ഞു തലക്കറി ഇന്ന സ്ഥലത്തുണ്ട്, ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറയുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയെ വിളിച്ച് തലക്കറി, താറാവ് റോസ്റ്റ്, പിന്നെ ബാക്കി കുറേ സാധനങ്ങളെല്ലാം കൂടെ കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നൊരു വലിയ പാലത്തിനകത്ത് തട്ടി മൊത്തം അവിടെ ഇരുന്ന് കഴിച്ചു. ഭക്ഷണത്തിനെ ഒരു രക്ഷയില്ല. അതായത് തിരിഞ്ഞ് കടിക്കാത്തത് അയ്യോ ഉർവശേച്ചി കഴിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. അത് തന്നെ കലച്ചേച്ചി, കലരഞ്ജി, കുടുംബം അങ്ങനെ തന്നെ. അത് കൽപ്പന ചേച്ചി ടേസ്റ്റ് ഉള്ള കൽപ്പന ചേച്ചി. പിന്നെ അത്രയും വലിയ എന്താണ് ഇവർ രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ആർത്തി വർത്താനമൊന്നുമില്ല ആർക്ക്. കൽപ്പന ചേച്ചി നല്ല സാധനമാണെങ്കിൽ കുറേശ്ശെ കഴിക്കും. പക്ഷെ കലച്ചേച്ചി ഉർവശി ചേച്ചി അതല്ല. ഒരു നല്ല ഭക്ഷണമാണെങ്കിൽ ഒരു ദാക്ഷിണ്യമില്ല. കലച്ചേച്ചിയുടെ കൂടെ അതുപോലെ തന്നെ 2-3 വർക്ക് ചെയ്യുമ്പോഴും കലച്ചേച്ചി തരും. പക്ഷെ ഈ 3 പേരിലും ഏറ്റവും നന്നായി പിന്നെ സെൻസ് ഓഫ് ഹ്യൂമറും കോമഡി പ്രസൻറ്റ് ചെയ്യണമായിരുന്നറിയാം കലച്ചേച്ചിയാണ്. ആണല്ലേ. കൽപ്പന ചേച്ചി ഉർവശി ചേച്ചി എന്നും അതിൻ്റെ അടുത്ത് അവർ സമ്മതിക്കുകയും ചെയ്യും. കാര്യം ഈ 3 പേരോടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അത്രയും പേഴ്സണലി ക്ലോസ് ആണ്. ഞാൻ ഇപ്പോഴും കലച്ചേച്ചി എടി കല എന്നാണ് വിളിക്കുന്നത്. എടി കല എന്ന് വിളിക്കുമ്പോൾ കയ്യിരിക്കുന്ന അടുത്ത് എറിയും. അപ്പം അത്രയും ബന്ധമുള്ളതുകൊണ്ട് എന്താ അയ്യോ അങ്ങനെയല്ല. ഇവർ ഒരു കോമഡി പ്രസൻറ്റേഷൻ എനിക്ക് ഈ 2 പേരെക്കാളും ഏറ്റവും ഇഷ്ടം
കലച്ചേച്ചിയാണ്. അത്തരത്തിലുള്ള വേഷങ്ങൾ അവർക്ക് ഇല്ല കിട്ടില്ല ഇല്ല. അല്ലേ? പക്ഷേ ഈ എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ നേരത്ത് ഞാൻ ചേച്ചിയുടെ പിന്നെ ഉർവശി ചേച്ചിയോടും കൽപ്പന ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളല്ല കലച്ചേച്ചിയാണ്. അവരത് സമ്മതിക്കുകയും ചെയ്യും. തന്നെ കിഷോറെ അവളാണ് നന്നായിട്ട് ഇത് സാധനം ചെയ്യണത്, പക്ഷെ അവൾക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം കരച്ചിലായിരിക്കും എന്ന് പറയുകയും ചെയ്യും. ഓ കലച്ചേച്ചിയുടെ കൂടെ നിന്നിട്ടല്ലോ ഒരു രക്ഷയല്ല. കാര്യം കലച്ചേച്ചി നിന്ന് കരഞ്ഞ് അഭിനയിക്കുകയും ചെയ്യും, കൂടെ നിൽക്കുന്ന ആളുടെ കൊഞ്ചനെ കാണുകയും ചെയ്യും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കൊക്കൊക്കെ വന്ന് ചിരിക്കുകയും ചെയ്യും. ഒരു ജെനുവിൻ മോഹിനിയാട്ടത്തിൽ ചേച്ചി മനോഹരമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട് കലച്ചേച്ചി. അല്ല, ഉപയോഗപ്പെടുത്തി നന്നായിട്ട് കോമഡി ചെയ്യും. അയ്യോ വേറെ റേഞ്ചാണ് ചേച്ചി. അതായത് രണ്ടിൻ്റെ എക്സ്ട്രീമാണ്. സെന്റിമെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങേ അറ്റം പോവും. ഇതാണെന്നുണ്ടെങ്കിലും അങ്ങേ അറ്റം പോവും. ഈ നടന്മാരുടെ ആഹാര രീതി അതിശയപ്പെടുത്തിയ ആരാ? ലിമിറ്റഡ് ആയിട്ടുള്ള വാരിൽ ചിഹ്നം അങ്ങനെയുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജേട്ടായി മണിമുള്ള അയ്യോ വാരിൽ ചിഹ്നം കഴിക്കാറുണ്ട്? അങ്ങനെയല്ല, ലിമിറ്റഡ് ആയിരുന്നില്ല. രാജേട്ടൻ അങ്ങനെ വാരി വലിച്ച് കഴിക്കില്ല, പക്ഷെ കഴിക്കണത് അത്രയും ആസ്വദിച്ചേ കഴിയൂ രാജേട്ടൻ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, ഭയങ്കര രസമാണ്. എന്നിട്ട് ഒരുപാട് സമയം വേണ്ട രാജേട്ടൻ. ചിലർ വിശാലമായ രീതിയിൽ ഓരോന്ന് നുള്ളി പിറക്കി വെച്ച് കഴിക്കുന്നവരുണ്ട്. മറ്റേ അങ്ങനെ രാജേട്ടൻ വളരെ ലിമിറ്റഡ് സമയത്തിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്.